തമിഴകത്ത് വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിവാദമുയർത്തുകയാണ്. വിജയും തൃഷയും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾ വൈറലായതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ച നടക്കുന്നത്. ഇതോടൊപ്പം ഭാര്യ സംഗീതയുമായി വിജയ് അകന്നുവെന്നും തൃഷ മുൻപ് മുടങ്ങിയ വിവാഹത്തിന് ശേഷം വിജയുമായി അടുപ്പത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ ഈ അഭ്യൂഹങ്ങളോട് തൃഷയോ വിജയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ അടുത്ത വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൃഷ പങ്കുവച്ച ചിത്രവും ക്യാപ്ഷനും എല്ലാം ചർച്ചകളിൽ ഇടം നേടിയിരുന്നു. ഇടയ്ക്ക് ഒന്ന് ശാന്തമായെങ്കിലും വീണ്ടും ഈ വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ ഗോവയിൽ നടന്ന നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പ്രൈവറ്റ് ജെറ്റിൽ ഒന്നിച്ചെത്തിയ വിജയും തൃഷയുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തുടർന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ചിത്രങ്ങളെല്ലാം എക്സിലൂടെ വ്യാപകമായി പ്രചരിച്ചു. ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെന്നാണ് ലഭ്യമായ വിവരം. കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ 6 യാത്രികരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ രേഖയും പുറത്തു വന്നു. ഇതിൽ 1-ാം നമ്പർ യാത്രികൻ സി ജോസഫ് വിജയും 2-ാമത്തെ യാത്രിക തൃഷ കൃഷ്ണനുമാണ്. ഇവയെ കൂടാതെ മറ്റു 4 പേർ കൂടി ഈ യാത്രികരുടെ പട്ടികയിലുണ്ട്. ഇതോടെ വിജയ്ക്കും തൃഷയ്ക്കുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതേസമയം വിജയുടെ ജന്മദിനത്തിൽ ലിഫ്റ്റിനുള്ളിൽ നിന്നുള്ള മിറർ സെൽഫി ചിത്രം പങ്കുവച്ച് കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തത, ശാന്തതയിലേക്കുള്ള കൊടുങ്കാറ്റ്, ഇനിയും ഒരുപാട് നാഴികക്കല്ലുകൾ എന്ന ക്യാപ്ഷനോടെ തൃഷ കുറിച്ചതും ഏറെ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ ഇരു താരങ്ങളും പലപ്പോഴും ഒരുമിച്ചാണെന്ന അഭ്യൂഹങ്ങളും അതിനുള്ള ചില തെളിവുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇരുവരും ഒന്നിച്ച് വിദേശ യാത്രകൾ ചെയ്യാറുണ്ടെന്ന അഭ്യൂഹങ്ങളും എത്തിയിരുന്നു. MGRന് ജയലളിത പോലെ വിജയ്ക്കൊപ്പം നിൽക്കാൻ തൃഷ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് ഗായിക സുചിത്ര രംഗത്തെത്തിയതും വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. MGRന് ജയലളിത പോലെ വിജയ്ക്കൊപ്പം നിൽക്കാൻ തൃഷ ശ്രമിക്കുന്നു എന്നാണ് സുചിത്ര പറഞ്ഞത്. വിജയും ഭാര്യ സംഗീതയും വീണ്ടും പഴയതുപോലെയാകണം. വിജയുടെ ഈഗോ കാരണം ചെറിയ വഴക്കിന്റെ പേരിലാണ് ഇരുവരും പഴയ നല്ല ബന്ധത്തിലല്ലാത്തത്. അതിനിടയിലാണ് തൃഷയെ പോലുള്ള അട്ടകൾ കയറി വരുന്നത് എന്നാണ് സുചിത്ര പറഞ്ഞത്. 2000ത്തിന്റെ ആരംഭത്തിൽ സിനിമാ ജീവിതം ആരംഭിച്ച തൃഷ ഇന്നും തമിഴ് സിനിമാ മേഖലയിൽ തിരക്കുള്ള നായികയാണ്. തമിഴിന് പുറമെ തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട്. 1999-ൽ പുറത്തിറങ്ങിയ ജോഡി എന്ന സിനിമയിലൂടെയാണ് തൃഷ തമിഴിൽ നായികയാകുന്നത്. പിന്നീട് ഒരു പിടി നല്ല ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു താരം. തമിഴ് സിനിമയിലെ ഹിറ്റ് ജോഡികളാണ് തൃഷയും വിജയും. ഇരുവരും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു ഈ കഴിഞ്ഞ വർഷം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ലിയോ. അതിനു മുൻപ് 2008-ൽ ഇറങ്ങിയ കുരുവിയിലും 2004-ൽ ഇറങ്ങിയ ഗില്ലിയിലും ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇരു താരങ്ങളുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട്. ഇതിനിടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന ചർച്ചകളും ഉയർന്നു വന്നത്. നിലവിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വിജയ് ഈ കാര്യത്തിൽ പ്രതികരിക്കില്ല എന്ന് ആരാധകർ അടക്കം അഭിപ്രായപ്പെടുന്നുമുണ്ട്.